ഉസ്താദ്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒരു ക്രിപ്റ്റോ ട്രേഡിംഗ് ബ്ലോഗിനെ പറ്റി, അതിലൊന്നിട്ട് ന്യൂസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്നോ തിരുവനന്തപുരം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ തിരുവനന്തപുരത്തൊക്കെ ഓതന്റിക് ആയിട്ടുള്ള ക്രിപ്റ്റോ ട്രേഡേഴ്സ് ഉണ്ടോ? ഇവരുടെ സ്ഥിര ഏർപ്പാടല്ലേ ഏതെങ്കിലും ഒരു നഗരത്തിൻ്റെ പേര് വെച്ച് വളരെ ജനറൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലേക്ക് ട്രെൻഡ് ചെയ്യാന്നുള്ളത്. അത് ഈ ജനറൽ ന്യൂസ് പോർട്ടൽ ചെയ്യും, പക്ഷേ ഇത്തരം ഹൈ വാല്യൂഡ് ഒതൻറ്റിക് ബ്ലോഗ്സ് ദേ വോണ്ട് ഡു ദാറ്റ്. ക്രിപ്റ്റോ ഇൻവെസ്റ്റർ സീരിയസ് ആയി ഫോളോ ചെയ്യുന്ന മേജറായിട്ടുള്ളൊരു ഹൈ വാല്യൂഡ് ബ്ലോഗാണ് ഇത്, മനസ്സിലായില്ലേ? പോലെ തന്നെ മേജർ ബാങ്ക്സിൽ ഇത് എൻഡോസ് ചെയ്യുന്നുണ്ട്. ഹഫ്ത ഒരു കാര്യം ചെയ്യും, ട്രിവാൻഡ്രം IT മെയിലായിരിക്കും ക്രിപ്റ്റോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞു. നമുക്ക് പിടിച്ചു തരാനൊരു പിടിവള്ളിയായല്ലോ. ടെക്സ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്തോ? ഓക്കെ. ഞാനായിട്ട് തൻ്റെ ഒരു ഫിക്ഷൻ പൊളിച്ചു എന്നുള്ള ചീത്തപ്പേര് വേണ്ടല്ലോ. എൻ്റെ ഫിക്ഷൻ പൊളിച്ചു എന്ന് പറഞ്ഞൊരു ചീത്തപ്പേര് ഇരിക്കട്ടെ. തൻ്റെ ഫാദർ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു? ജോത്സ്യൻ. കസ്റ്റമേഴ്സൊക്കെ ഉണ്ടോ ഇപ്പോഴും? ശരി. പിന്നെ അനാട്ടമിയും ഡെഡ് ബോഡിയൊക്കെ എന്തായി സീന? ഡെഡ് ബോഡിയോ? ഡെഡ് ബോഡിയൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ എന്താണ് ഇൻട്രസ്റ്റ്? എനിക്ക് പച്ചയായ ശരീരങ്ങളോടാണ് താല്പര്യം. ഫ്രഷ് ആയിട്ടുള്ള മീറ്റ്. സെൻസിബിൾ ആയിട്ട് വല്ലം പറ. നിങ്ങളിങ്ങനെ ഇമോഷണൽ ആകുന്നത് എന്തിനാ? ഇല്ലടി, പിന്നെ ഞാൻ നിന്നെ മടിയിലെടുത്ത് വെച്ച് താലോലിക്കാം. ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആണെന്ന് ഞാൻ നിങ്ങളെ പിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. നീ മറ്റേ എന്തോ എനിക്ക് ഡോക്ടർ ആവാൻ പറ്റില്ലല്ലോ, നേഴ്സ് അതുകൊണ്ടാണ് ആയതെന്നൊക്കെ പറഞ്ഞത്. എനിക്ക് നേഴ്സ് ആവാൻ പോലും യോഗ്യതയില്ല, മനസ്സിലായ? എന്റെ യോഗ്യത ഒക്കെ നിങ്ങൾ കണ്ടതല്ലേ? ആ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരോട് ഒരു ഡീലിങ്സിനും താല്പര്യമില്ല. സംസാരിക്കാൻ പോലും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അത് നിന്റെ കുടുംബത്തെ ഉണ്ടാക്കണം എന്ന് എൻ്റെ ആണല്ലോ ആഗ്രഹം.